ബംഗാളി വന്നിട്ട് ബംഗാൾ ടൈഗറിനെ കാണാതിരിക്കുന്നത് എങ്ങനെയാണല്ലേ. ഇവിടേക്കുള്ള ഞങ്ങളുടെ രണ്ടാമത്തെ വരവാണിത്. അവിടേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ബംഗാളിൽ എത്തിയതിന് ശേഷം ഞാൻ എവിടെ പോയാലും ബട്ടർ നാനും ബട്ടർ ചിക്കൻ അല്ലെങ്കിൽ പനീർ ബട്ടർ മസാല ഇതൊക്കെയാണ് എൻ്റെ സ്ഥിരം മെനു. ഇവിടുത്തെ ബിരിയാണിയൊക്കെ ആണെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്നും കിട്ടുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ഫ്ലേവേഴ്സൊക്കെ കൂടുതലുള്ളതാണ്. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ബംഗാൾ സഫാരിക്ക് വിട്ടു. നമ്മുടെ ഇവിടെ ഗസ്റ്റ് റൂമിൽ ഒരു മാസത്തേക്ക് ഒരു മലയാളി ഫാമിലി എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് മുന്നേ പരിചയമുള്ള ഫാമിലി തന്നെയാണ്. ഈ ഒരു മാസം കൊണ്ട് മാക്സിമം കറങ്ങാൻ പറ്റിയ സ്ഥലങ്ങളെല്ലാം കവർ ചെയ്യുക, ഇതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അങ്ങനെയാണ് അവർ വന്ന് ഫസ്റ്റ് ഹോളിഡേ തന്നെ നമ്മൾ ബംഗാൾ സഫാരിക്ക് വന്നത്. ഇതിപ്പം കുഞ്ഞു കുട്ടികളെക്കാട്ടിലും കുരുത്തക്കേടാണ് എൻ്റെ ഈ വലിയ കുട്ടിക്ക്. അങ്ങനെ ടിക്കറ്റ്സൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അകത്തേക്ക് കയറി. ഇവിടെ മൊത്തം ഒരു കാട് പിടിച്ച പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ആന, ചീറ്റ ഇതിനെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ദേ ഇത് കണ്ടോ, കണ്ണും പിരിവും പൊട്ടും ഒക്കെ ആയിട്ട് ഒരു സുന്ദര കുട്ടപ്പൻ നിൽക്കുന്നത്. എന്ത് നല്ല കലാവിരുതാണല്ലേ ആ മുഖത്ത്. മാനിനെയൊക്കെ കണ്ട് അങ്ങോട്ട് തിരിഞ്ഞപ്പോഴേക്കും നമ്മുടെ അടുത്ത നായകൻ എത്തി. ഇത് കണ്ടില്ലേ, മനുഷ്യക്കുട്ടികൾ ഇരിക്കുന്നോണക്കിരിക്കുന്നത്. മരത്തിൽ വലിഞ്ഞ് കയറുന്നു, വീണ്ടും ഊർന്നിറങ്ങുന്നു. ഇവരുടെ ഈ കാണിപ്പൊക്കെ കണ്ടു നിൽക്കാൻ വളരെ രസകരമായിരുന്നു. കരടിക്കുട്ടന്മാരെ കണ്ടു തിരിഞ്ഞപ്പോഴേക്കും അടുത്ത ആളുകളും എത്തി. ഇത് ആണാണോ പെണ്ണാണോ എന്നാണ് നമ്മുടെ ടീമിന്റെ അടുത്ത ഡൗട്ട്. നമ്മുടെ ഈ സൂവിലൊക്കെ കൂട്ടിൽ കിടക്കുന്ന മൃഗങ്ങളെ കാണുന്നതിലും നല്ലതാണ് ഇതുപോലെ കാട്ടിലുള്ള മൃഗങ്ങളെ ശല്യപ്പെടുത്താതെ ഇങ്ങനെയൊക്കെ കാണുന്നത്. നമ്മൾ തനിയെ തന്നെ അവിടുണ്ടോ ഇവിടുണ്ടോ എന്നൊക്കെ നോക്കി തനിയെ കണ്ടുപിടിക്കുക. നമുക്ക് മുന്നേ പോകുന്ന വണ്ടിക്കാരോട് എന്തിനെങ്കിലും കണ്ടോ എന്ന് തിരക്കി അവിടെ പോയി കാണുക. മൊത്തത്തിൽ ഒരു ത്രില്ലടിപ്പിക്കുന്ന പരിപാടി തന്നെയായിരുന്നു. അങ്ങനെ ഫൈനലി ഈ 3 വീരപ്പന്മാരെയും നമുക്ക് ഒറ്റ ഫ്രെയിമിൽ കിട്ടി, അതും വളരെ അടുത്ത്. ഈ വൈറ്റ് ടൈഗർ ആയിരുന്നു മെയിൻ അട്രാക്ഷൻ എങ്കിലും ആള് വളരെ ഒരു പേടിത്തൊണ്ടനാണ്. നമ്മുടെ ഈ ബംഗാൾ ടൈഗറിന്റെ തന്നെ ജനറ്റിക് മ്യൂട്ടേഷൻ കാരണം ആണ് ഈ ടൈഗറിന്റെ കളറ് ഇതുപോലെ വൈറ്റ് ആയിരിക്കുന്നത്. അതുകൊണ്ട് എന്താ, ആള് നല്ല ചുള്ളനല്ലേ. മാത്രവുമല്ല ആശാൻ അല്പം റെയറുമാണ്. മറ്റുള്ള 2 പേരെയും കാണുമ്പോഴേക്കും ആശാൻ ഓട്ടമായിരുന്നു. അപ്പം ബാക്കി വിശേഷങ്ങളായിട്ട് ഉടനെ കാണാം. സീ യു സൂൺ.